ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് ആദ്യമായിട്ട് നമുക്ക് 2 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുക്കുക. അതൊരു കുക്കറിലിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മിക്സ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. സമയം കൊണ്ട് നമുക്ക് ഒരു 4 സബോള, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, ഒരു തക്കാളി ഇവ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് 2 തണ്ട് കരിവേപ്പില ചേർക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് വഴറ്റുക. വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കുക. അതും നല്ലപോലെ വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കുക. അത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 5 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു 2-3 സ്പൂൺ മുളക് പൊടി, എല്ലാവരുടെയും എരിവിനനുസരിച്ച് ചേർക്കുക. അത് നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് നമുക്ക് 2 കറിവേപ്പില തണ്ടും ആവശ്യമെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. 5 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.